ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ബിസി ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതും ഇത്രയും ഗുണമുള്ള ഒരു ഐറ്റം വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കാനായിട്ട് നമ്മളതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും നിങ്ങളത് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. മുഴുവനായിട്ടുള്ള റാഗിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊന്ന് ഉണക്കി പൊടിപ്പിച്ചാൽ മതി, അതാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി. അതിലേക്ക് നമ്മൾ ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരണേ. ഇനി നമുക്ക് കട്ടയൊക്കെ മാറ്റി നല്ല പോലെ എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, കണ്ടോ എല്ലാം ഒന്ന് നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ 1 ടീസ്പൂണിന് നമ്മൾ ചേർത്തിരിക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് വേവ് കിട്ടാനായിട്ട് ഇത്തിരി പാടായിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഈ ലൂസ് കൺസിസ്റ്റൻസി വേണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ നല്ല പോലെ കണ്ടോ കട്ടയൊന്ന് മാറ്റി നമ്മളെല്ലാം നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഇതുപോലെ പതുക്കെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ റാഗി. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചേക്കണേ. കണ്ടോ ഇത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇത് നല്ല പോലെ വെന്ത് വരുമ്പോൾ ഇതിൽ നല്ല രീതിയിൽ നാരുകളുണ്ട്, ഫൈബർ നല്ല പോലെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കും കഴിക്കാം. അതുപോലെ തന്നെ റാഗിയിൽ നല്ല രീതിയിൽ മഗ്നീഷ്യം പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ BP കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് കഴിക്കാം, നല്ലതാണ്. നല്ല പോലെ അയൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിളർച്ച തടയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ബ്ലഡ് വെക്കാനായിട്ടൊക്കെ ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ കുറുക്കി കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാണ്ടായിരിക്കില്ല. അപ്പം അത്രയും ഗുണമുള്ളത് കൊണ്ടാണ് നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കണേ. ഈ റാഗിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും നേരമുള്ളത് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ സ്പൂൺ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, അത് നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് വേണം കേട്ടോ നമുക്ക് സ്മൂത്തി ആയിട്ട് റെഡി ആക്കാനായിട്ട്. മോർണിംഗിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ വയറ് നല്ല പോലെ ഫില്ലായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ഉച്ചവരെ അങ്ങനെ പെട്ടെന്നൊരു വിശപ്പൊന്നും തോന്നില്ല. അപ്പം ഇടയ്ക്ക് കഴിക്കണ ആ ഒരു ക്രേവിങ്സും ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നമുക്ക് നല്ലതായിട്ട് കുറയും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പം അതും കൂടി കഴിക്കുമ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ കൂടി ഗുണം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ 3 ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ പംകിൻ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 കാഷ്യൂ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നമ്മൾ 3 ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഡ് കുറവുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഡേറ്റ്സ്. ഒരു 3 എണ്ണമൊക്കെ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മളതിൽ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഒരു 5 മണിക്കൂറൊക്കെ മതി കേട്ടോ സോക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും എടുക്കുന്നുണ്ട്. ഒരു സ്മൂത്തിക്ക് നമ്മളിത് ഹാഫ് ആയിട്ടാണ് കേട്ടോ എടുക്കണേ. ഹാഫ് ബീട്രൂട്ടും ഹാഫ് ക്യാരറ്റും മതി നമുക്കൊരു സ്മൂത്തിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ക്യാരറ്റിൽ നല്ലപോലെ ബീറ്റാ കരോട്ടിൻ ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ വൈറ്റമിൻ A ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മാറി നമുക്ക് പുതിയ നല്ല കോശങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ ബാഡ് സെൽസ് ഒക്കെ മാറി നമുക്ക് പുതിയ സെൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കരിവാളിപ്പൊക്കെ മാറും, പുതിയ നല്ല ഹെൽത്തി സ്കിൻ അതുപോലെ ഗ്ലോയിങ് സ്കിന്നൊക്കെ ഉണ്ടാവാനായിട്ടാണ് നമ്മളിത് റാഗിയുടെ കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. പിന്നെ കുറേ പേര് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു പച്ചയ്ക്ക് ഒരു ടേസ്റ്റ് വരുമോയെന്ന്. അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. നിങ്ങൾ ഇതിനൊന്ന് കഴിച്ച് നോക്കൂ. അങ്ങനെ പച്ച ടേസ്റ്റ് ഒന്നും തോന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ചെറിയ സ്മോൾ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാനും എളുപ്പത്തിനാണ് കേട്ടോ. അപ്പം നമ്മൾ സ്മൂത്തി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കട്ട് ചെയ്യേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാണ്, ബീട്രൂട്ട് കഴിക്കാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കണം. നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒരുപാട് ഗുണമുള്ള ഐറ്റമാണ്.
പിന്നെ ഇത് നല്ലപോലെ വിഷമടിച്ച് വരണോണ്ട് തന്നെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണം ആയിക്കോട്ടെ അതിൽ വിഷാംശമുള്ള ഭക്ഷണത്തിൽ നിന്നൊക്കെ നമ്മളെ ബോഡി നല്ല ഹെൽത്തി ആക്കാനായിട്ട് നമ്മളെ കിഡ്നി അതൊക്കെ എല്ലാം അരിച്ചെടുത്ത് വിഷാംശമൊക്കെ കളഞ്ഞ് നല്ല ഹെൽത്തി ആക്കി ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കിഡ്നി പ്രോപ്പറാക്കി വെക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റിനും ഹൈറ്റിനും അനുസരിച്ച് വേണം വെള്ളം കുടിക്കാനായിട്ട്. അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല, അങ്ങനെ നോക്കുക. പിന്നെ അതുപോലെ എക്സസൈസ് മസ്റ്റ് ആണ്. പിന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക. സോക്ക് ചെയ്ത് വെച്ച എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റാഗി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഒരു 1/2 കപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുടിക്കാനും നമുക്ക് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പ് വരും. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് മടുപ്പും തോന്നില്ല, എന്നാൽ നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു വരുമ്പോൾ വീഡിയോ വലിയ ലെങ്തായി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.